വെള്ളയങ്കിരി ട്രെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായും കാണുക. ഞാൻ പ്രത്യേകിച്ച് ഒരു വ്ളോഗ് ചെയ്യാൻ പ്ലാൻ ചെയ്തൊന്നുമല്ല പോയിരുന്നത്. പക്ഷേ പോയി വന്നതിന് ശേഷം ചില കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. ഞാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നല്ല വീഡിയോ ഒന്നും കിട്ടിയിരുന്നില്ല. കുറേ ആൾക്കാർ പോയിരുന്നു, പക്ഷേ ചില കാര്യങ്ങൾ അവരാരും പറഞ്ഞില്ല. അതുകൊണ്ട് പോയ സമയത്ത് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ വീട്ടിലോട്ട് കടക്കാം. എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പാണ് വെള്ളയങ്കിരി എന്ന് പറയുന്നത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയായിരുന്നു. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഏകദേശം 1.8 കിലോമീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് പീക്കായിട്ട്. അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവും. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ട്രക്കിനെ കുറിച്ചിട്ട് ചെറുതായി പറഞ്ഞാൽ ഒരു 7 കിലോമീറ്ററാണ് ഒരു വൺ സൈഡ്. ടോട്ടൽ 14 കിലോമീറ്റർ ആവും. പക്ഷേ അത്ര ദൂരം നടന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല ടഫാണ്. നല്ല എല്ലാ 7 മലയുണ്ട്. 7 മലയിലും ഓരോ മല എന്ന് പറയുന്നത് അത്ര ഹൈറ്റിൽ പോകുന്നതാണ്. ബാക്കി ട്രക്കിംഗ് പോലെ സ്ട്രെയിറ്റ് ഒരു വഴിയിലൂടെ നടന്നു പോകുന്നതല്ല. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമായതുകൊണ്ട് ഡിസ്റ്റൻസ് അറിയുന്നില്ല. പക്ഷെ ഭയങ്കര ടഫാണ്. അവിടെയൊക്കെ ഇങ്ങനെ കറക്റ്റ് ടൈമിൽ എത്താമെന്ന് പറയാം. കോയമ്പത്തൂർ ജംഗ്ഷനിലേക്കാണ് പോകേണ്ടത്. കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ തമിഴ്നാട്ടിലെ എല്ലാ ബസ്സിലും ഫുള്ള് തമിഴ് മാത്രമേ ഉണ്ടാവും. നമ്മുടെ കേരളത്തിലെ പോലെ ഇംഗ്ലീഷും മലയാളം മിക്സൊന്നുമല്ല, തമിഴ് മാത്രം. അപ്പോൾ ബസ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ റിക്ഷക്കാരുണ്ടാവും, പക്ഷെ അവരോട് ചോദിച്ചാൽ അവരൊന്നും പറഞ്ഞു തരില്ല. അവർ പറയും വേറെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാം, അവിടെ നിന്ന് എളുപ്പം ബസ് കിട്ടും. അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നമ്മൾ കുറേ വെയിറ്റ് ചെയ്യുക. ബസ് വന്നിട്ട് കണ്ടക്ടറോട് ചോദിച്ചാൽ മതി, വെള്ളയങ്കിരി അല്ലെങ്കിൽ ഈശോയിൽ പോകുന്ന ബസ്സാണോ ചോദിക്കുക. അവർ നേരെ പറഞ്ഞുതരും. നല്ല ഫ്രണ്ട്ലിയാണ് കണ്ടക്ടർ. പിന്നെ ആകെ അവിടെ ഇംഗ്ലീഷ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈശ മാത്രമേ ഇംഗ്ലീഷിൽ കാണാൻ പറ്റൂ. വേറെ ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റില്ല. എനിക്ക് കിട്ടിയ ബസ് അതായിരുന്നു. ഒരു ഈശാന്ന് കണ്ടു, ഞാൻ പോയി ചോദിച്ചു. അങ്ങനെ ബസ്സിൽ കയറി. ഈശയ്ക്ക് ഫസ്റ്റ് പോയിട്ട് അവിടെ കുറച്ചെല്ലാം നമ്മൾ ശിവനൊക്കെ കണ്ടിട്ടായിട്ടായിരുന്നു ട്രക്കിങ്ങിന് പോയത്. അങ്ങനെ ഫസ്റ്റ് അവിടെ പോയി. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ വെള്ളയങ്കിരിക്കുണ്ട്. അത് നടന്നാണ് പോയത്. അവിടെ നിന്ന് റിക്ഷ കിട്ടും. 200 രൂപയാണ് ടോട്ടൽ ആവുന്നത്. പക്ഷേ നടക്കാൻ തീരുമാനിച്ച് പോയി. ചെറിയ ദൂരമുള്ളൂ, ഒരു 3 കിലോമീറ്റർ. ഇപ്പോൾ ഈശയിൽ പോവാതെ ഡയറക്റ്റ് പോകുന്നതെങ്കിൽ അവിടെ എത്തുമ്പോൾ പറയും, ഒരു പൂണ്ടി എത്തുമ്പോൾ അവർ പറയും വെള്ളയങ്കിരി പോകുന്നുണ്ടെങ്കിൽ ഇവർ ഇവിടെ ഇറങ്ങുമെന്ന് പറയും. അപ്പോൾ അവിടെ ഇറങ്ങി നടന്നാൽ മതി. അവിടെ നടക്കുന്നത് പൂണ്ടി നടക്കുന്നതെങ്കിൽ ഒരു 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 200 രൂപ റിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നടന്നാൽ മതി. അപ്പോൾ ട്രക്കിംഗ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ 40 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള പെണ്ണുങ്ങൾക്ക് ഇവിടെ എൻട്രി ഇല്ല. അപ്പോൾ ഒന്നിച്ച കാര്യം കൊണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കുറേ ആൾക്കാർ അവിടെ വന്ന് മടങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അതെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് മെഡിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ട്രക്കിങ് ചെയ്യാൻ പറ്റൂ. സ്റ്റാർട്ടിങ് പോയിന്റിൽ ഫോറസ്റ്റ് ചെക്കിങ് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കാം. അവർ പ്ലാസ്റ്റിക് റീപ്ലേസ് ചെയ്ത് പേപ്പറിൽ ഇതാക്കി സെറ്റാക്കി തരും. അല്ലെങ്കിൽ അവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ ഷോപ്പിൽ തന്നെ അവർ പേപ്പർ ബാഗിലാണ് ബിസ്ക്കറ്റ് ഇതൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് തരിക. വലിയ പ്രശ്നമുള്ള കാര്യമല്ല, ശ്രദ്ധിച്ചു പോയാൽ മതി. പിന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കൊക്കെ അവർ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. അതിന് ഒരൈറ്റത്തിന് 20 രൂപ ഡെപ്പോസിറ്റ് അടക്കണം. തിരിച്ചു വരുമ്പോൾ നമ്മളിത് ബോട്ടിലോ അല്ല ഗ്ലൂക്കോസിൻ്റെ കവർ അങ്ങനെ അതൊക്കെ തിരിച്ചു കൊടുത്താൽ നമ്മൾ പൈസ തിരിച്ചു കിട്ടും. നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇത് 1ാമത്തെ മല, ഏറ്റവും ടഫായിട്ടുള്ള മല ഇതാണ്. 1ാമത്തെ, പിന്നെ 3, 7 അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ 4-5 മണിക്കൂർ കണ്ടിന്യൂസ് നടന്നിട്ട് അവസാനത്തുമ്പോൾ നല്ല ടയർഡായതുകൊണ്ട് അത് നല്ല ടഫായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത്ര ബുദ്ധിമുട്ടില്ല. 1ാമത്തെ 3ാമത്തെ ഭയങ്കര ടഫാണ്.
പിന്നെ എല്ലാവർക്കും ഡൗട്ടാണ് രാത്രി ട്രെക്കിങ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ പണ്ടത്തെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ കാണാം എല്ലാവരും രാത്രിക്ക് പോകുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് പുതിയ നിയമങ്ങൾ ഇത് വന്നതിന് ശേഷം ഇത് സ്ട്രിക്റ്റാണ് എൻട്രി ചെയ്യുക. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അവിടെ കയറാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈകുന്നേരം ട്രെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്താ വെച്ചാൽ വൈകുന്നേരം ടെമ്പറേച്ചറൊക്കെ ഒന്ന് കൂളായി വരും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ട്രെക്ക് ചെയ്യാം. ഒരു 10-11 മണി ആകുമ്പോൾ ടോപ്പിലെത്താൻ നോക്കാം. എന്നിട്ട് അവിടെ സ്റ്റേ ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഒരു സാധനം എടുക്കാതെയാണ് ഞാൻ സ്റ്റേ ചെയ്തത്. രാവിലെ 2-3 മണിയാകുമ്പോൾ ശരിക്കും ഞാൻ അവിടുന്ന് ശ്വാസം വിട്ടാൽ പിന്നെ തണുത്ത് വിറച്ച് മരിക്കുന്നു വിചാരിച്ചു. അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദയവേത് അവിടെ രാത്രി സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കരുതി പോവുക. ഒരു ബ്ലാങ്കറ്റ്, ഒരു ജസ്റ്റ് എന്തെങ്കിലും നിലത്ത് ഇത് ടെമ്പറേച്ചർ ലോസ് ആകാത്ത രീതിയിൽ എന്തെങ്കിലും മാറ്റ് എടുത്ത് പോവുക, അല്ലെങ്കിൽ പെട്ടുപോകും. ഞാൻ അടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു വ്ളോഗിന് വേണ്ട ഒരു വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അത് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡ് അധികം ഒന്നും എടുക്കാതിരിക്കാൻ നോക്കുക. വെള്ളം ഒരു 1 ലിറ്റർ ബോട്ടിൽ മതിയാവും. നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഓപ്ഷൻസ് കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ ബോട്ടിലെടുത്ത് നല്ല വെയിറ്റ് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറുമ്പോൾ. കാരണം നല്ല വെയിറ്റും കൊണ്ട് ഇത്ര സമയം ട്രെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ 1 ലിറ്റർ ബോട്ടിൽ മതിയാവും. പിന്നെ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വയറിന് നല്ല പ്രശ്നമുണ്ടാവും രാത്രിയാകുമ്പോൾ. പിന്നെ ഒരു കുറേ ഷോപ്സ് ഉണ്ട് കയറുന്നതിൻ്റെ ഇടയിൽ. അതിൽ ചുക്ക് കാപ്പിയും പിന്നെ എന്തോ കൂളെന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന എൻ്റെ ഒരു തമിഴ് ഫ്രണ്ട് പറഞ്ഞു തന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ സാധനം വാങ്ങിച്ചു. ടേസ്റ്റ് തീരെയില്ല, പക്ഷേ നല്ലതാണെന്ന് വിചാരിച്ച് കുടിച്ച് നല്ല എനർജി കിട്ടുക കുടിച്ച ശേഷം. എന്തോ കഞ്ഞിയോ അല്ലായിരുന്നു, കഞ്ഞിയും എന്തോ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇട്ടിട്ട് എന്തോ സാധനമാണ്. അത് നല്ലതായിരിക്കും. ബാക്കി തേൻമുട്ടായി മിക്സറൊക്കെ ഒഴിവാക്കി ആ സാധനം കുടിക്കുന്നതായിരിക്കും ബെറ്റർ. ലാസ്റ്റായിട്ട് ബഡ്ജറ്റ് നോക്കാം. എനിക്ക് ടോട്ടൽ ചിലവായത് 1500 രൂപയാണ്. അതിൽ 500 ട്രാവൽ എക്സ്പെൻസ്, ബാക്കി ഫുഡിൻ്റെ ചിലവാണ്. ഫുഡ് കുറച്ച് ചുരുക്കമായിരുന്നു, പക്ഷേ പോകുന്ന വഴിക്ക് മലയിൽ കയറുന്ന വഴി കുറേ ചിലവായിപ്പോയി. അതുകൊണ്ട് അത്ര, അല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് 1000 രൂപ ഉണ്ടെങ്കിൽ തന്നെ പോയിട്ട് വരാം.